ഹലോ മൈ ഡിയേഴ്സ്, ഐ ആം യുവർ ദിവ്യ സച്ചിത്ത്. കുട്ടികളുടെ കാര്യമാണല്ലോ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുട്ടികളും പാരൻസുമാണ് നമ്മുടെ ടോപ്പിക്കായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും അല്ലേ, എന്താ പറയുക, കളിച്ചിട്ട് ടോയ്സ് കൃത്യമായിട്ട് വെക്കുന്നില്ല, പ്ലേ ടൈം കഴിഞ്ഞും കളി മതിയാക്കുന്നില്ല, കൃത്യമായിട്ട് റൊട്ടീൻസ് ഒന്നും ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, ബുക്സ് ഒന്നും ബാഗിൽ പ്രോപ്പറായിട്ട് അടുക്കി വെക്കുന്നില്ല, മോർണിംഗ് ടൈമിൽ ടൈം ടേബിൾ കൃത്യമായിട്ട് വെക്കുന്നില്ല, ഇങ്ങനെ കുറേ ലഞ്ച് ബോക്സ് വെക്കുന്നില്ല, വാട്ടർ ബോട്ടിൽ വെക്കുന്നില്ല. അപ്പോൾ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ നിരന്തരം കുറേ കംപ്ലൈൻസുമായിട്ടാണ് എല്ലാ മാതാപിതാക്കളും ദിവസം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് അവരെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കാൻ നോക്കാം കേട്ടോ. കുട്ടികളെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അത് ചെയ്യണമെന്നൊന്നുമില്ല, കുറച്ച് കാലതാമസം എടുക്കും. പക്ഷെ അവരത് ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവന്നവരുണ്ടല്ലോ, കാലങ്ങളോളം അവരിൽ അത് നിലനിൽക്കും. അതെങ്ങനെയാണ് നിലനിൽക്കുക? നമ്മൾ വാക്കുകൾ കൊണ്ടോ വഴക്ക് പറഞ്ഞോ ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്നത് അവർ കണ്ട് അതുപോലെ ചെയ്യുമ്പോഴാണ്. കുട്ടികളിലേക്ക് നമ്മൾ നല്ല റോൾ മോഡൽ ആകുമ്പോൾ, കുട്ടികളുടെ റോൾ മോഡൽ നമ്മളായിരിക്കണം. അങ്ങനെ എത്ര പാരൻസിന് ധൈര്യപൂർവ്വം പറയാൻ പറ്റും, ഞാൻ എൻ്റെ കുട്ടിയുടെ നല്ല റോൾ മോഡലാണ്? അങ്ങനെ പറയാൻ കഴിയുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, നിങ്ങളാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് കുഞ്ഞു പ്രായത്തിൽ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കാം കേട്ടോ. 2-3 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കൊടുത്തു തുടങ്ങാം. അതായത് നമുക്ക് കളിപ്പാട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ടോയ്സ് ഒക്കെ അവർ കളിച്ചിട്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കും, റിപ്പയർ ചെയ്യും, പിരുത്ത് നോക്കും അല്ലേ. എല്ലാം കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള, വളരെയധികം ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ ടോയ്സ് ഒക്കെ പിരുത്ത് നോക്കും. അപ്പോൾ അതൊക്കെ അവർ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം കളിച്ച് പ്രോപ്പറായിട്ട് കളിച്ചതിന് ശേഷം അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുക. കളിച്ച് കഴിഞ്ഞ് ഇതെല്ലാം ഇവിടെ കൊണ്ട് വെക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ടത് ചെയ്തിരിക്കും. ഈ ടോയ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു വലിയ ബോക്സോ ഒരു ബാഗോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ഏരിയയും കൊടുക്കുക റൂമിൽ. അപ്പോൾ അവർ കൃത്യമായിട്ടും കളിച്ചിട്ട് കുഞ്ഞുങ്ങൾ അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. ഇനി അഥവാ അവർ വെക്കാതെ പോവുകയാണെങ്കിൽ ഒരു ടോയ് ഒരു ദിവസം നമ്മളെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ പിറ്റേ ദിവസം വരെ കൃത്യമായിട്ട് അവരത് ചെയ്തിരിക്കും. കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുക. ഇപ്പോൾ ചെറിയ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ നിന്നെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുക, അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ടുവരിക, അതൊക്കെ കുഞ്ഞിനോട് പറയുമ്പോൾ വീടിൻ്റെ കീ എടുത്തിട്ട് വരിക, വണ്ടിയുടെ കീ എടുത്തിട്ട് വരിക, ഡോറ് ക്ലോസ് ചെയ്യുക, ലൈറ്റ് ഓഫ് ചെയ്യുക ഒക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അവർ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഗിഫ്റ്റിംഗ് ചെയ്യണം കുട്ടികളെ. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു കിസ്സോ നല്ലൊരു ഹഗ്ഗോ ഒക്കെ കൊടുത്ത് അവരിങ്ങനെ യു ആർ ഗ്രേറ്റ്, യു ആർ ഗുഡ്, യു ആർ സ്മാർട്ട്, യു ആർ സ്മൈൽ, യു ആർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് കുട്ടികളെ നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. വലിയ സന്തോഷമാണ് അവർക്ക്. നമ്മളെ ആരെങ്കിലും ഡെയിലി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് തോന്നുന്നത്. അതുപോലെ കുഞ്ഞു മനസ്സിൽ ഒരുപാട് സന്തോഷം, അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ക്യൂരിയസ് ആവും അവർ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അടുത്തായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവരുടെ നല്ല ശീലങ്ങൾ, റൊട്ടീൻസ്. രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുക എന്നുള്ള ശീലം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കാറില്ല, ബ്രഷ് വായിൽ കൊള്ളും, മുറിയും, ബ്ലഡ് വരും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. അത് കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ട. നമ്മൾ അവരുടെ കൂടെ നിന്ന് നമ്മളും ബ്രഷ് ചെയ്യുമ്പോൾ കുട്ടിയും കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കുക. അപ്പോൾ രാവിലെ ഉണർന്ന് വന്നുകൊണ്ടേ കുഞ്ഞിനെ ബ്രഷ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ എന്താണ്, നിങ്ങൾ സ്കൂളിൽ പോകാനായിട്ടൊക്കെ കുഞ്ഞിന് നമ്മളെല്ലാം ബാഗിലെടുത്ത് റെഡിയാക്കി വെച്ച് കൊടുക്കും. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസും ഒക്കെ ഉണ്ടെങ്കിൽ അമ്മൂമ്മ ഡ്രസ്സ് ഇട്ട് കൊടുക്കും, അമ്മ എല്ലാം ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. അതൊന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കാതെ അവർക്ക് വേണ്ട ഫുഡും ബോട്ടിലും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് അവരുടെ അടുത്ത് വന്ന് കിച്ചണിൽ ഇതെടുത്തിട്ട് പോകാനുള്ള അവരോട് നമ്മൾ പറയണം. ബോട്ടിൽ അവർ തന്നെ താനെ വെള്ളം നിറയ്ക്കാൻ പറയണം, ബാഗിൽ കൊണ്ടുവയ്ക്കാനും, ടൈം ടേബിളൊക്കെ രാത്രി തന്നെ അടുക്കി വെക്കാൻ, ഡ്രസ്സൊക്കെ പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാൻ, ഇതൊക്കെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കുട്ടി ചെയ്യുന്നില്ല എന്ന് കരുതി നമ്മളത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് കുട്ടികൾക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവരാക്കി മാറ്റുന്നത്. അപ്പോൾ അവർക്ക് തോന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഇത് അമ്മ ചെയ്യും എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. അത് പാടില്ല. അവരെ കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആബ്സെൻസിലും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എമർജൻസിയായി പുറത്തു പോയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം മാറി നിൽക്കേണ്ടി വന്നാലോ ഒക്കെ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പം നമ്മൾ അതിന് അവർക്കുള്ള വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് അവരത് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഇതുപോലെ നമുക്ക് അവർക്ക് നല്ല പ്രാക്ടീസസ് കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും ചെടി നനയ്ക്കാനും പിന്നെ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് കളിക്കാനും നമ്മളോടൊപ്പം കളിക്കാനും ഒക്കെ അവർക്ക് നമ്മൾ സമയങ്ങൾ കൊടുക്കണം. അവരെ ഏൽപ്പിക്കുക, ചെടി നനയ്ക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ അടുക്കി വയ്ക്കുക. വീട്ടിലെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ചെയ്ത് ഡ്രസ്സസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് അടുക്കി അവരവരുടെ ഷെൽഫിൽ കൊണ്ട് വെക്കുക. ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മൂത്തയാൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടായിരിക്കും ഇളയ കുഞ്ഞു പഠിക്കുന്നത്. ഇപ്പം മൂത്ത കുട്ടി ചെയ്തില്ലെങ്കിലും ഇളയ കുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നല്ല സംഭാഷണങ്ങൾ, നല്ല നല്ല വാക്കുകൾ, നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയൊക്കെ കുട്ടികൾ കണ്ടു പഠിക്കും. അവർ കണ്ടാണ് എല്ലാം പറയുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരതെല്ലാം അബ്സോർവ് ചെയ്യും, അവരതെല്ലാം പഠിക്കാനും നമ്മളിൽ നിന്ന് എന്ത് വീഴുന്നുവോ അതെല്ലാം അവർ സ്വീകരിക്കും. അതുപോലെ കുഞ്ഞിനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുറച്ച് വലുതാകുമ്പോൾ അമ്മയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ കുഞ്ഞിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അപ്പോൾ കുഞ്ഞ് നല്ല രീതിയിൽ വളരണം, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം, ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ബാഡ് ഹാബിറ്റ്സ് എന്ന് വേർതിരിച്ചറിയാനായിട്ട് നമ്മൾ അവന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കുഞ്ഞിലെ നമ്മൾ ഈ ക്യാരക്ടർ ഫോർമേഷനൊക്കെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ അവനെ ചെയ്യിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ കുറച്ച് നാളല്ല കേട്ടോ, ഒരുപാട് കാലം പിന്നെ അവനെ അത് തുടരും. അവൻ്റെ കൈവശം അത് കാണും, ആ നല്ല ശീലങ്ങൾ വഴിക്കും. അതുപോലെ എപ്പോഴും നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്താ, കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം അവർ തനിയെ കഴിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുഞ്ഞു പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കും, തനിയെ കഴിക്കട്ടെ എന്ന്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, അത് തറയിലൊക്കെ വീഴും, ഫ്ലോറിലൊക്കെ ആയി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് ക്ലീൻ ചെയ്യുന്ന നമ്മൾ കാണുമ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്യും, കുഞ്ഞ് കഴിക്കുമ്പോൾ അവൻ തന്നെത്താനെ എടുത്ത് കഴിക്കാനായിട്ട് അവൻ വൃത്തിയാക്കാൻ ശ്രമിക്കും. അതല്ല നമ്മൾ 2-3 ദിവസം ചിലപ്പോൾ കുട്ടി അത് പ്രാക്ടീസ് ആവും. അല്ലാതെ കുട്ടി അവിടെയൊക്കെ മോശമാക്കുന്നു എന്ന് കരുതി നമ്മൾ തന്നെ അവന് കൊടുക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ കഴിക്കാനുള്ള ടെൻഡൻസി നമ്മൾ ഇല്ലാതാക്കാൻ. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, പിന്നെ ആഹാരം കഴിക്കില്ല, പിന്നെ അമ്മ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഗ്രാൻഡ്മ കൊടുത്താൽ മതി എന്നുള്ളൊരു വാശിയിലേക്ക് അവൻ വരും. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങൾ നമ്മൾ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് മക്കളായിട്ട്, മികച്ച കുട്ടികളായിട്ട് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല നല്ല ഉത്തരവാദിത്ത ബോധങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലേ നമ്മൾ പഠിപ്പിച്ചു പോകണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ അവർ റെഗുലർ നമ്മൾ ചെയ്യിപ്പിക്കണം. അപ്പോൾ കുട്ടികൾ നല്ല മിടുക്കരായിട്ട് വളരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. താങ്ക് യു ഓൾ. ഐ ആം യുവർ ദിവ്യ സജിത്ത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്.